ഇതാ ഞാൻ പറഞ്ഞത്. സഖാഫി എന്ന് പറഞ്ഞാൽ കളവ് പറയാനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് വെറുതെ പറഞ്ഞതല്ല. അത് എഴുതിയ പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്. AP വിഭാഗത്തിന് സംശയമുണ്ടോ? നാളെ വീട്ടിലേക്ക് പോയി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. അപ്പൊ പറഞ്ഞത് ഈ നിലക്ക് നാടകം കളിച്ച് ചോദ്യകർത്താവിനെ കൊടുന്ന് റെഡിമെയ്ഡ് ചോദ്യം കൊടുന്ന് റെഡിമെയ്ഡ് ഉത്തരം കൊടുന്ന് നാടകം കളിച്ച് ആ നാട്ടുകാരെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് 300 മുഖാമുഖം നടത്തിയത്. ഇക്കോളത്തിന് 300 എന്നല്ല 3000 നടത്തിക്കൂടെ? എന്താ കുഴപ്പമുള്ളത്? ഒരാളെ കൊണ്ടുവരാ, ഒരു ചോദ്യം കൊണ്ടുവരാ, ഒരു ഉത്തരം കൊണ്ടുവരാ, അതിന് കിതാബ് അട്ടി കൊണ്ടു നിൽക്കുക, എന്നിട്ട് എന്തെങ്കിലും തോന്നിവാസം പറയാ, അതൊക്കെ ഇസ്ലാമാന്ന് പറയാ. ഇതിനൊന്നും ഇപ്പൊ സഖാഫിനെ ആയിക്കോളുന്നില്ല, അല്ലാത്തവർക്കും കഴിയും. അപ്പൊ ഈ വക നാടകങ്ങളാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവര് പറഞ്ഞു, എന്താ അപ്പോ എന്നാ മുജാഹിദീങ്ങൾക്ക് നടത്തിക്കൂടെ ഇക്കോളത്തത്? എന്താ മുജാഹിദീങ്ങൾ ചെയ്യാത്തത്? ഞങ്ങൾക്ക് ചോദിക്കാണ്ട് മുജാഹിദീങ്ങൾ എന്താ അവസരം തരാത്തത്? ഇവർ എന്നോട് SSFന്റെ പ്രവർത്തകൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാൻ വരുന്നില്ലെങ്കിൽ നിങ്ങളെ പ്രസംഗത്തിന് ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരണം. ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ മുമ്പ് സ്ഥിരമായി വഴി നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കലുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എഴുതിക്കൊണ്ടല്ലുണ്ട്, കളിക്കാൻ നോക്കലുണ്ട്, ചോദിക്കലുണ്ട്, ഞങ്ങൾ ആ ചോദ്യത്തിനൊക്കെ മറുപടിയും പറയാറുണ്ട്. നിങ്ങൾ ചോദ്യം നിർത്തി എന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ കൂടി ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല, കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി അതെല്ലാം നേർക്ക് നേരെ ഒന്നിച്ചിന് സംസാരിക്കണോ? മണ്ണാർക്കാട് സംഭവിച്ചതുപോലെ, കാസർഗോഡ് നടന്നതുപോലെ ഒന്നിച്ചിരുന്ന് ഒരേ വേദിയിൽ സംസാരിക്കണോ? അതാ സംഘടിപ്പിക്കേണ്ടത് എന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അതാ വേണ്ടത്. അയാൾ എന്നോട് പറഞ്ഞ സംശയമെങ്കിലും വേണ്ടില്ല, നിങ്ങളെ വാദം സ്ഥാപിക്കാൻ നിങ്ങൾ വരീന. ഞാൻ പറഞ്ഞു, ഞങ്ങളെ വാദം സ്ഥാപിക്കാൻ ഞങ്ങളെ വഴലൊക്കലുണ്ട്, ഇനി വേണമെങ്കിൽ രണ്ടുകൂട്ടർക്ക് ഒന്നിച്ചിരിക്കാം എന്നാണ്. അത് നമുക്ക് പിന്നെ ആലോചിക്കാം, തൽക്കാലം ഇതിന് വരീന. ഞാൻ പറഞ്ഞു, ഇതിന് വരാൻ മാത്രം നമുക്ക് സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഇതാണ് അവരെ അവസ്ഥ. എന്നിട്ട് ഇവിടുന്ന് പറയാ, എന്താ മുജാഹിദീങ്ങൾ വെക്കാത്തത്? ഇനി മുജാഹിദീങ്ങൾ ഇവിടെ വഴലൊക്കട്ടെ, നമുക്ക് ഓരോ സ്റ്റേജിൽ പോയി കളിക്കും, ഓരോട് പോയി ചോദിക്കുമെന്നൊക്കെ. അതൊക്കെ ആൾക്കാരെ ഇളക്കി വിടാനാ. പക്ഷേ ആ നാട്ടുകാരായ ചെറുപ്പക്കാരെ ഇടപെട്ടതുകൊണ്ട് ഇന്ന് ഒരിക്കൽ ധൈര്യം ഉണ്ടായില്ല മാത്രം, അല്ലെങ്കിൽ ചെയ്യും, സംശയമൊന്നുമില്ല. ഞാൻ മിഞ്ഞാന്ന് മലപ്പുറത്തിന് അപ്പുറത്ത് കൂട്ടിലങ്ങാടി പ്രസംഗിക്കുമ്പോൾ ഒരുപാട് സഖാഫികൾ കയറി വന്ന് സ്റ്റേജ് കയ്യേറി ട്യൂബൊക്കെ തകർക്കാൻ ശ്രമിച്ച് ഇതുപോലെ കെട്ടിയ കാറ്റനൊക്കെ വലിച്ചു കയറി വെച്ച ടേബിളടക്കം ചവിട്ടി മറിച്ചിട്ടിട്ട് അവിടെ ഒരു കർസേ വർത്താൻ ശ്രമിച്ചു. അവസാനം പോലീസുകാർ വന്നിട്ടാണ് അവരെ ഒഴിപ്പിച്ചത്. ഇതവർ സ്ഥിരം പതിവാണ്, അത് ഇവിടെയും ആവർത്തിക്കണമെന്ന് അവർ വിചാരിച്ചിരുന്നു. കാരണം എന്താ? അല്ലെങ്കിൽ ഇതുപോലെ പ്രഭാഷണം പൂർണ്ണമായി നടന്നാൽ അവിടെ മുഖാമുഖ നാടകം ഇതുപോലെ പൊളിയുമെന്ന് അവർ കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് മുജാഹിദീങ്ങളുടെ പ്രഭാഷണം നടക്കരുതേ എന്ന തീരുമാനമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. കൂട്ടിലങ്ങാടിയിലും കഴിഞ്ഞ തിങ്കളാഴ്ച അലവി സഖാഫിയും റഷീദ് സഖാഫിയും വന്ന് മുഖാമുഖം നടത്തി. 5 ആഴ്ച മുമ്പ് ഞാനവിടെ പ്രസംഗിച്ചിരുന്നു. അതിന് മറുപടിയായിക്കൊണ്ടാണ് മുഖാമുഖം വെച്ചത്. ആ മുഖാമുഖത്തിന് മറുപടിയായിക്കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാൻ പോയത്. അവർക്കറിയാം ആ പ്രസംഗം നടന്നാൽ നാടകം പൊളിയുമെന്ന്. അതുകൊണ്ട് പ്രസംഗം തുടങ്ങി 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് അവർ കയറിയത്. പക്ഷെ അൽഹംദുലില്ലാഹ് 9 മണി വരെ കൃത്യമായി പ്രസംഗിക്കാനും അവിടെ മുഖാമുഖ നാടകം പൊളിക്കാനും തമ്പുരാൻ തൗഫീഖ് നൽകി. അതുപോലെ ഇവിടെയും ആവർത്തിക്കണമെന്ന് അവർ വിചാരിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. കാരണം ഇവിടെ ചെറുപ്പക്കാർ ഇടപെട്ടു. അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവലുണ്ട്. 2 ദിവസം മുമ്പ് ഫറൂഖ് ഇതേപോലെ ഒരാള് കള്ളിത്തുണെടുത്ത് അതേപോലെ കള്ളിക്കുപ്പായിട്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ വന്നു സംശയം ചോദിക്കാണ്ട്. ഞാൻ പറഞ്ഞു, ചോദിക്കാൻ കുഴപ്പമില്ല, ഇജ്ജ് മുമ്പിലിരുന്നോ, അവസാനം വരെ അവിടെ പ്രസംഗം കേൾക്കെ എന്ന അവസാനം ചോദിക്കാൻ അവസാനം തരാ എന്ന് പോകുമ്പോൾ എനിക്കിപ്പോൾ ചോദിക്കണം. നമ്മൾ ഇപ്പം ചോദിക്കാൻ പറ്റുമോ? പ്രസംഗം നടക്കല്ലേ, അവസാനം ചോദിച്ചോ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. അയാൾ കുഴപ്പമുണ്ടാക്കാൻ നോക്കി, മുജാഹിദീങ്ങൾ പിടിച്ചു, അയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി മാന്യമായി ചോദിച്ചപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ മർക്കസ് എന്ന് പറഞ്ഞയച്ചതാണ്, എൻ്റെ പേര് അനസ് എന്നാണ്, എന്നെ ഒന്നും കാട്ടല്ലേ. അവിടുത്തെ മുജാഹിദീങ്ങൾ മാന്യന്മാരായതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് മാന്യമായി പോലീസിൽ ഏൽപ്പിച്ചു. പോലീസിൽ ഒരു കാര്യം ചെയ്യാ, ഇത് ഇന്നിവിടെ കളിക്കാൻ നാളെ പോവാ എന്ന് പറഞ്ഞ് പോലീസുകാർ അന്നവിടെ പാർപ്പിച്ചിട്ട് പിറ്റേന്ന് വൈകുന്നേരം വിട്ടയച്ചത്. ഈ വക സംഭവങ്ങൾ എല്ലായിടത്തുണ്ട്, ഇവിടെയും നടത്തുമെന്ന് അങ്ങനെ ഭീഷണി നമ്മളെ അൽബി ഒന്ന് പൂതിയോണ്ട് പറഞ്ഞു നോക്കിയിരുന്നു. ഇഞ്ഞെങ്ങാനും വഴുതുപട വെക്കട്ടെ, നമുക്കൊന്ന് കാണാന്നൊക്കെ വല്ല ബീമ്പടക്കി ഒരു കാണുന്നില്ല. അതുകൊണ്ടാ സാധാരണ ഞങ്ങൾ അവിടെ വെക്കല്, നിങ്ങൾ വെച്ച സ്ഥലത്തന്നെ ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. അത് കാണാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ കാണിക്കണം എന്നൊക്കെ പൂതി മനസ്സിലുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ നാട്ടിൽ തന്നെയാണ്, എല്ലാവരും ഒരേ മഴ തന്നെയാണ്. ചോറയിക്കണവനുണ്ടോ, അതേപോലെ തന്തൊക്കെ പറഞ്ഞുണ്ടോ എന്നൊക്കെ അൽബി ചോദിച്ചു പറഞ്ഞു. അതൊക്കെ ചോദിച്ചോട്ടെ, ചോറ് തന്നെ നമ്മളും തന്നാലും. പക്ഷേ നിങ്ങളെ മാതിരി അടിയന്തരത്തിന് പോയിട്ട് അതേപോലെ 7-ന് പോയിട്ട് 40-ന് പോയിട്ട്
പോയിട്ട് ആണ്ടിന് പോയിട്ട് മരിച്ചോന്റെ പേരിൽ പോലും ചോറ് വാങ്ങി തിന്നുന്ന ആ ചോറ് ഞങ്ങൾ തിന്നുന്നില്ല. ഞങ്ങൾ മാന്യമായി അധ്വാനിച്ചുണ്ടായിക്കൊണ്ടിരുന്ന ചോറുണ്ടാ ഞങ്ങൾ തിന്നുന്നത്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായി കൃത്യമായി നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് എല്ലാ പ്രസംഗങ്ങളിലും അവർ കാണിക്കുന്ന ഈ പ്രകോപനം അതാണ് ഇവിടെയും അവർ നടത്തിയത്. അവിടെ റോഡ് ബ്ലോക്ക് ആകുന്നുണ്ട് എന്ന് ഡ്രൈവർമാർ പരാതി പറയുന്നുണ്ട്. അത് നാട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക, വണ്ടിക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പോൾ സൂചിപ്പിച്ചത് എന്തുകൊണ്ട് മുജാഹിദുകൾ ഇതുപോലെ വേദി ഒരുക്കുന്നില്ല? മുജാഹിദുകൾ വേദി ഒരുക്കാറുണ്ട് എന്ന് മാത്രമല്ല, മുഖാമുഖം എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കേരളത്തിന് പരിചയപ്പെടുത്തിയത് മുജാഹിദികളാണ്. ഒന്നാമതായി മുഖാമുഖം നടത്തുന്ന മുജാഹിദുകളാണ്. മുജാഹിദുകൾ ഏതാനും വേദികളിൽ മുഖാമുഖം നടത്തിയപ്പോ ആളുകൾ കൂട്ടം കൂട്ടമായി മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വരുന്നത് കണ്ടപ്പോ സഖാഫികൾക്ക് ഹാലിളകി. മർക്കസ് കൂടാരത്തുനിന്ന് ഒന്നാകെ വേഷം കെട്ടിറങ്ങിയിട്ട് പിന്നെ മുജാഹിദുകളെ വേദിയിൽ വന്ന് ചോദിച്ച് ഒച്ചപ്പാടുണ്ടാക്കി അവിടെ അലങ്കോലപ്പെടുത്തി അതാകെ നശിപ്പിക്കാനാണ്, തകർക്കാനാണ് അവർ ശ്രമിച്ചത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഇവിടെ നടത്തിയ പോലെ ഒരു മുഖാമുഖം വെച്ചു. ആർക്കും ചോദിക്കാൻ അവസരം നൽകി. റെഡിമെയ്ഡ് ചോദ്യമല്ല, റെഡിമെയ്ഡ് ചോദ്യകർത്താക്കളല്ല, ആ ആളുകൾക്ക് മാന്യമായി ചോദിക്കാൻ വേണ്ട അവസരം നൽകിക്കൊണ്ട് ഒരു മുഖാമുഖം വെച്ചപ്പോ അവിടെ മുസ്ലിയാര് വന്ന് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച അതേ മുസ്ലിയാര് ഏത് മാവൂരിലും ആറ്റിങ്ങലിലും പേരോടിന്റെ മുഖാമുഖത്തിൽ വന്ന് ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യകർത്താവുണ്ടല്ലോ, അതേ ചോദ്യകർത്താവ് തന്നെ അവിടെ മുജാഹിദീങ്ങളുടെ പരിപാടിയിലും വന്ന് അത് അലങ്കോലപ്പെടുത്താൻ, അത് കലക്കാൻ ശ്രമിച്ചു. ആ രംഗം കൂടി നിങ്ങൾ കാണുക. ചോദ്യകർത്താവിനെ പ്രത്യേകമായി റൗണ്ട് ചെയ്ത് കാണിക്കും സ്ക്രീനിൽ. ആ റൗണ്ടിനുള്ള മുഖമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ കണ്ട അതേ മുഖം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആയത്തോതി പറഞ്ഞത് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, മുഹമ്മദ് നബി താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്ന്. ഒരു നബിക്കോ ഒരു വലിയനോ ഒരു തങ്ങൾക്കോ ഒരു ശൈഖിനോ ഒരു ഹോജക്കോ എന്തിനു കഴിയില്ല? ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അത്തരം ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. ആ ആവശ്യം തേടേണ്ടത് അല്ലാഹുവിനോടാണ്. കണ്ടോ നിങ്ങൾ ചോദ്യകർത്താവിനെ? ക്യാമറയിൽ പിടിക്കാതിരിക്കാൻ പരമാവധി തലയും താത്തിരിക്കാം മൂപ്പര്. എന്താ, പിടിച്ചാലും മൂപ്പർക്ക് അറിയാം ഇങ്ങനെ ചില കെണി പിന്നെ വരുന്നത്. പരമാവധി ക്യാമറയ്ക്ക് പിടുത്തം കൊടുക്കാതെ ക്യാമറ കഴിയുമ്പോൾ മാറിക്കളിക്കുക. കാരണം എന്നാലേ പിടിക്കാതിരിക്കുള്ളൂ. കാരണം എല്ലാ സ്ഥലത്തും ബനലാവുമ്പോൾ പെട്ടെന്ന് അറിയാലോ. അതുകൊണ്ട് മാറിക്കളിക്കുക. യഥാർത്ഥത്തിൽ ഈ ഒരു സാധനമാണ് എല്ലാ സ്ഥലത്തും മുജാഹിദാണ് എന്ന് നമ്മൾ ചോദിക്കാൻ വരുന്നത്. ഇപ്പോഴും ചില AP മൂലമാർ മാറിന്ന് കേൾക്കുന്നുണ്ടാവും, ഇങ്ങോട്ട് വരാൻ തരില്ലെങ്കിലും ഓലിങ്ങനെ പറയുണ്ടാവും. ഇപ്പൊ കുറെ ആൾ കാണിച്ചു അയാൾ മുജാഹിദ് അല്ലാതെ എന്താ ഉറപ്പ്, അയാളിപ്പോ സുന്നാന്ന് പെണ്ണിനെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. എന്നാ ശ്രദ്ധിക്കുക, ആറ്റിങ്ങൽ മുഖാമുഖം ഈ കാണിച്ച തിരുവനന്തപുരം മുഖാമുഖത്തിൽ അയാൾ ചോദിക്കാമെന്നപ്പോ അയാൾ ഒറ്റക്കല്ല. ആ വൃത്തത്തിൽ നമ്മൾ കണ്ട, ആ വട്ടത്തിൽ കണ്ട ആ മനുഷ്യൻ ഒറ്റക്കല്ല. നേരെ മറിച്ച് മർക്കസിൽ നിന്ന് വന്ന വലിയൊരു സഖാഫി പട, ആ സഖാഫി പടയുടെ കൂട്ടത്തിൽ വന്ന ആളാണ് അയാള്. ആ പട ഒന്നാകെ നമ്മൾ കാണിച്ചു തരാം. അയാൾ ഇരിക്കുന്നത് ആരുടെ അടുത്താണ് എന്ന്, ആരെ കൂടെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാവും. കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ. അള്ളാഹുവിന്റെ അടിമകളുടെ കൈക്ക് നടക്കുക എന്ന പതിവനുസരിച്ചുള്ളതല്ലാത്ത ആവശ്യങ്ങളാണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എങ്കിൽ ഏതുപോലെ അയാളെ കൂടെ ഇരിക്കുന്ന ആളെ ശ്രദ്ധിച്ചോ. അപ്പൊ രണ്ടാളെ കൂടിയിട്ട് ഇനി പിന്നീട് കുറെ ആളുകളുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി പ്ലാനിട്ട് ആ മുജാഹിദീങ്ങളുടെ മുഖാമുഖം കലക്കാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുക. അല്ല ചോദ്യം ചോദിക്കാനോ സംശയം തീർക്കാനോ ഒന്നുമല്ല അവർ വന്നിട്ടുള്ളത്. ആ പരിപാടിയെങ്കിലും കലക്കണം, ആ പരിപാടി ഇല്ലാതാക്കണം, അത് മുടക്കണം എന്ന ഉദ്ദേശപ്രകാരമാണ് അവർ വന്നത്. അതവര് ശ്രമിക്കുകയും ചെയ്തു. ആ മുഖാമുഖം അധികം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് അവരൊന്നാകെ ഹാലടയിട്ട് ആ സഖാഫുകൾ മുഴുവൻ സദസ്സിനെ മൊത്തം കയ്യിലെടുത്തിട്ട്, അഥവാ സദസ്സ് മൊത്തം സദസ്സിന്റെ ഭൂരിഭാഗം ആളുകളും അവരാദ്യം കൊണ്ടുവന്ന് അവിടെ കൊണ്ട് സ്റ്റേജ് കസേരയിലിരുത്തി സ്റ്റൂളുമിരുത്തി ഒരാളെ കൊണ്ട് നിറപ്പിച്ച് അവസാനം അവർ തന്നെ പ്രസിഡന്റാക്കിയിട്ട് ആ ആളുകളെ എല്ലാം കൂടെ ഇളക്കി വിട്ടിട്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭാഗം കൂടി നിങ്ങൾ കാണുക. എന്നിട്ട് കാണിക്കാം ആ മുസ്ലിയാർ ആരായെന്ന്.
അദ്ദേഹം മുഖാമുഖം നമ്മൾ കാണുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് ആ ചോദ്യകർത്താവിനെ ഇനി കൃത്യമായി കാണാൻ കഴിയും. ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. ആ സദസ്സ് അവിടെ ഇരിക്കുക. 2-3 ആള് മാത്രമേ പ്രശ്നം ഉണ്ടാക്കണുള്ളൂ. ആ മുസ്ലിയാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ചോദ്യം ചോദിക്കാനുള്ള അവസരം തന്നാൽ മതി. ഇത് ചോദ്യത്തിനുള്ള അവസരം തന്നാൽ ഇത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾ ചോദ്യത്തിനുള്ള അവസരമാണ് തരേണ്ടത്. നിങ്ങള് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ, ഈ സദസ്സ് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്ന. അപ്പൊ സദസ്സായിരുന്നാ മൂപ്പരുത്. ഈ സദസ്സിലെ ഈ സദസ്സിലെ 99% ആളുകളും മാന്യമായി ഇത് കേൾക്കുന്നവരാണ്. 2-3 ആളുകൾ മാത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ദയവ് ചെയ്ത് ശാന്തമായിരിക്കുക. ഇതാണ് സഹോദരന്മാരെ മുജാഹിദീങ്ങൾ മുഖാമുഖം വെച്ചാനുള്ള അവസ്ഥ. ഒന്നാകെ ചിലത് തലയിക്കെട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടീഷർട്ട് ഇടുക, ചിലവൻ പാൻറ് ഇടുക, എന്നിട്ട് വന്ന് കുഴപ്പമുണ്ടാക്കുക. ഹലോ, പിന്നെ പറഞ്ഞാൽ എന്താ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും നേരത്തെ ബഹളമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കടന്നു വന്ന ഏതാനും വ്യക്തികൾ മാത്രമാണ്. അവരെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകർ അവരവരുടെ സീറ്റുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കണം എന്ന് ഈ സംഘടനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ബഹളമുണ്ടാക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സൗകര്യപൂർവ്വം പുറത്തേക്ക് പോകാൻ വളണ്ടിയർമാർ സൗകര്യം ചെയ്തു കൊടുക്കുക. പ്രവർത്തകന്മാർ അവരുടെ കസേരകളിൽ അടങ്ങിയിരുന്നാൽ ബഹളമുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് വേറെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. വേണമെങ്കിൽ അവർക്ക് പുറത്തു പോകാൻ വേണ്ടി വളണ്ടിയർമാർ സൗകര്യം ചെയ്തു കൊടുക്കുക. നമുക്ക് ഭംഗിയായി പരിപാടി തുടരേണ്ടതുണ്ട്. മുഴുവൻ പ്രവർത്തകന്മാരും കേരള നദുവത്തുൽ മുജാഹിദീന്റെയും മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കുക, ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഈ സദസ്സിനെ അലങ്കോലപ്പെടുത്തല്ലേ. ചോദ്യമില്ലെങ്കിൽ അടുത്ത ആള് ചോദിച്ചോട്ടെ. അപ്പൊ കണ്ടങ്ങള് ഇതാണ് മുജാഹിദായിട്ട് മാവൂരും ആറ്റിങ്ങലൊക്കെ സഖാഫികളെ മുഖാമുഖത്ത് ചോദിക്കാമെന്ന ചോദ്യകർത്താവ്. മർക്കസ് ഒന്നായിട്ട് കോലം കിട്ടിയ കിട്ടുന്ന കോലേതാ? പാൻറ്റും ടീഷർട്ടും. ഏതാ പാൻറ്റും ടീഷർട്ടും? ഒരു 2 ആഴ്ച മുമ്പാണല്ലോ നമ്മൾ SSF ഇവിടെ വന്ന് പ്രസംഗിച്ചത് സായിപ്പിന്റെ കോലം ഒഴിവാക്കണമെന്ന്. സാംസ്കാരിക സാമ്രാജ്യം വിസമ്മതിക്കുക എന്നും പറഞ്ഞ് സായിപ്പിന്റെ വേഷം പാടില്ല, സായിപ്പിന്റെ കോലം പാടില്ല, സായിപ്പ് കൊടുക്കുന്ന സാധനം പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു പോയ ആ സായിപ്പിന്റെ വേഷം ധരിച്ചിട്ടാ സഖാഫികൾ വരുന്നത്. മാന്യമായി തലയിക്കെട്ട് ധരിച്ച് ആ ആലിമീങ്ങളെ കോലത്തിൽ തന്നെ അല്ലെങ്കിൽ മുത്താലിമീങ്ങളായിക്കൊണ്ട് തന്നെ അവിടെ വന്ന് ചോദിക്കാൻ പോലും
ധൈര്യമില്ലാഞ്ഞിട്ട് അവര് കോലം മാറി വരിക, എന്നിട്ട് മുജാഹിദാണ് എന്ന് വേജാന വന്ന് ചോദിക്കുക, എന്നിട്ട് കൊടുങ്ങിന്ന് കണ്ടപ്പോ അല്ലെങ്കിൽ കലങ്ങി എന്ന് കണ്ടപ്പോ അപ്പൊ അവര് പറഞ്ഞെന്താ, ഞങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, സദസ്സ് വേണേ ഞങ്ങൾ നിയന്ത്രിച്ചു തരാ. അപ്പൊ എന്താ മനസ്സിലാവണത്, സദസ്സിലെ ഭൂരിഭാഗം ആളുകളും ഓലെ കൊണ്ട് നിർത്തിയ ആളാണ് എന്നല്ലേ, അതല്ലേ ഞങ്ങൾ നിയന്ത്രിക്കാം, ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ ഒറിജിനൽ മുഖം. ഇനി ആരാണ് ഈ ചോദ്യകർത്താവ്, ആരെ കൂടെ നമ്മൾ കണ്ടത്, ആരാണ് ഇവര്? ഒന്ന് നമ്മൾ കണ്ടു ഒറിജിനൽ വേഷത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് വന്നു ജാഫർ സഖാഫി കയ്പമംഗലം, അത് നമ്മൾ കൃത്യമായി കണ്ടു. രണ്ടാമത് കണ്ട ആള് ആരാണെന്നോ അയാളെ ഒറിജിനൽ വേഷത്തിൽ നിങ്ങൾ കാണുക, അപ്പൊ വ്യക്തമാകുമ്പോൾ കാപ്പട്യം. അതേ സമയം നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? സംഭവത്തിൽ ഒരു വലിയ പാഠമില്ലേ? അല്ലാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ആ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ എന്നേക്കുമായി നഷ്ടകാരിയായി ആദം നബി ഇബ്ലീസ് അതാ ഈ ലോകത്ത് നിന്ന് ശപിക്കപ്പെട്ടവനായി, എന്നേക്കുമായി ശപിക്കപ്പെട്ടവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പാഠമാകുന്ന രൂപത്തിൽ അതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പോയി. വലിയ പാഠമല്ലേ ഈ ലോകത്തിൽ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ പരാജയപ്പെട്ടു പോയ ആ ഇബ്ലീസിനെ നന്നാക്കാൻ ലോകത്ത് ഒരൊറ്റ ശക്തിയും കടന്നു വന്നിട്ടില്ല. കണ്ടങ്ങളിപ്പോ മനസ്സിലായില്ലേ ഇബ്ലീസ് ആരാന്ന്? ഈ ഇബ്ലീസാണ് അപ്പുറത്ത് വേഷം മാറി വരുന്നത്. ഈ നിലക്ക് ഔദ്യോഗികമായ കാന്തപുരം സുന്നികളുടെ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികനാണ് അപ്പുറത്തെ കോലം മാറി ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞ് ചോദിക്കാമെന്ന് ആ പ്രഭാഷണം, ആ മുഖാമുഖം അലങ്കോലപ്പെടുത്താൻ, അത് പിടിച്ചുപിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലമായ ഏതെങ്കിലും മുജാഹിദുകളുടെ ഒരു മുഖാമുഖത്തിന് മാത്രം സംഭവമല്ല. നേരെ മറിച്ച് മുജാഹിദായ ആളുകൾ മുഖാമുഖങ്ങൾ എവിടെയെല്ലാം സംഘടിപ്പിച്ചുവോ അവിടെയൊക്കെ ഈ നിലക്ക് ചില സഖാഫി കുട്ടികൾ വേഷം മാറി വന്ന് മുജാഹിദാണെന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വരികയും പിന്നീട് അവരുടെ തനി നിറം വ്യക്തമാവുകയും ചെയ്യുന്ന എത്രയോ രംഗങ്ങൾ ഇതുപോലെ കാണിക്കാൻ ഞങ്ങളുടെ കൈവശമുണ്ട്. എല്ലാം കൂടി കാണിക്കുമ്പോൾ സമയം വൈകുമെന്നറിയാം. എന്നാലും ശരി, ഒരൊറ്റ രംഗം കൂടി. മുജാഹിദുകൾ ഇപ്പൊ കാണിച്ചത് തിരുവനന്തപുരം ജില്ലയിലേതാണെങ്കിൽ, എന്നാൽ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വെച്ച് മുജാഹിദുകൾ വളരെ ശാന്തമായ വളരെ മാന്യമായ രീതിയിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ അവിടെയും വന്നു ഈ സഖാഫിമാര്, അവിടെയും വന്നു ഇവര്. ഇവിടെ വന്ന പോലെ തന്നെ മുജാഹിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദിനോട് ചോദ്യം ചോദിക്കുകയും പിന്നീട് നമ്മൾ കാണുന്നത് അതാകെ എരപ്പാക്കി ആ പരിപാടി കലക്കാൻ ശ്രമിക്കുന്നതുമാണ് നമുക്ക് അവിടെയും കണ്ടത്. ആ രംഗം കൂടി നിങ്ങൾ കാണുക. കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ മുജാഹിദാണ് എന്ന് പറഞ്ഞു വന്ന് ചോദിക്കുന്ന ചോദ്യകർത്താവിനെ കാണാം. ആ ചോദ്യകർത്താവിനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ചോദ്യകർത്താവിനെ ഇപ്പൊ കാണിച്ച പോലെ ഒറിജിനൽ രൂപത്തിൽ പിന്നെ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ നമ്മളെ പുതുപ്പണ്ട് ചോദിച്ച ചോദ്യകർത്താവിനെയും നമുക്ക് കാണാം. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ നിലക്ക് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യകർത്താവിനെയാണ് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഞാൻ എന്റെ ചോദ്യം അതിന് മറുപടി എന്ന നിലക്കാണ് സ്റ്റേജിൽ നിന്ന് അവതരിപ്പിച്ചത്. ഞാൻ പറയട്ടെ, ആദ്യമായ ശാസ്ത്രവും പണ്ഡിതന്മാരോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു. പുറത്തുള്ള കാര്യത്തിൽ നോട്ടീസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് പറഞ്ഞാൽ കേട്ടു, ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കാവൂ, ഉപചോദ്യം ആവശ്യം വന്നാൽ 2 ഉപചോദ്യമെന്ന്. നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം തീരണമാണല്ലോ. പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ നമ്മുടെ പരിപാടിയെ കുറിച്ച് അവർ ഇകഴ്ത്തി കാണിക്കൽ തന്നെ സുന്നികൾ എല്ലാവർക്കും പരസ്യമായിട്ട് എങ്ങനെ ചോദിക്കാൻ അവസരം നൽകുന്നു, മുജാഹിദ് പക്ഷക്കാർ ആ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ആക്ഷേപിക്കാറുള്ളത്. ആ ആക്ഷേപത്തിന് നാം മാറ്റി എഴുതണം ഇവിടെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇഷ്ടാനുസരണം എല്ലാവർക്കും ഏതായാലും ചോദിക്കാൻ കഴിയുകയില്ല. ഇവിടെ കൂടി എത്രയോ ജനങ്ങളുടെ എല്ലാവർക്കും ചോദിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ചോദിക്കുന്ന വ്യക്തികൾക്ക് സംശയം തീരട്ടെ, അതുവരെ അവർ ചോദിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന സൽബുദ്ധിയോടുകൂടെ നാം മുന്നോട്ട് തുടരുക. ഞാൻ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഇമാം ഖുർത്തുബി പറഞ്ഞ തസ്തഗീസു എന്നാണ് പറഞ്ഞു. ഇതിനെ കുറിച്ച് ഈ ദുആ ഇബാദത്താണ് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ?
ഈ തസ്തഗീസും എന്നുള്ളതായിരിക്കുന്ന ഇസ്തിഹാസ ഇബാദത്താണോ? ഈ തസ്തഗീസ് കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇസ്തിഹാസ ഇബാദത്താണോ ഈ തൊതോഹും എന്നുള്ളതായിരിക്കുന്ന വാക്കിനെ കുറിച്ച് പണ്ഡിതന്മാർ ഇത് ആരാധന എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ചോദ്യം ആരാധനയല്ല, സഹായ അഭ്യർത്ഥനയാണ്. ചോദ്യകർത്താവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അയാളെ മുജാഹിദുകാരനായിട്ടാ ചോദിക്കണത്. സുന്നി പണ്ഡിതന്മാർ എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ആയാ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മളാളായിട്ട് മുജാഹിദിന്റെ ആളായിട്ടാണ് ഇയാൾ ചോദിക്കാൻ പറ്റുന്നത്. പക്ഷേ നേരത്തെ മറ്റേ ചോദ്യകർത്താവ് കാണിച്ച അതേപോലെ പരമാവധി ക്യാമറയിൽ തെളിയാതിരിക്കാൻ തിരിഞ്ഞിട്ടാ മൂപ്പർ നിൽക്കണം. എന്താ കാരണം? നേക്ക് നേരെ നിന്നാൽ മൂപ്പര മുഖം കൃത്യമായി കാണും. ആ മുഖം പലർക്കും പരിചയമുണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യാ, പരമാവധി അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. ആരാ ചോദ്യകർത്താവ്? മറ്റാരുമല്ല, കൃത്യമായി എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. എ പി വിഭാഗം സുന്നികൾക്ക് ഇപ്പൊ കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം മുജാഹിദുകളുമായി നേക്ക് നേരെയുള്ള വാദപ്രതിവാദത്തിന് പോലും അവിടെ പ്രസംഗിക്കാമെന്ന, അവിടെ ഗണ്ണിക്കാമെന്ന ആളാണ് ഈ മനുഷ്യൻ. ഇൻഷാ അല്ലാഹ് അയാളെ ഒറിജിനൽ രൂപവും നിങ്ങൾ കാണുക. ആദ്യമായിക്കൊണ്ട് അവിടുന്ന് ചോദിച്ചത്, അള്ളാഹു അല്ലാത്ത മറ്റ് ആളുകളെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് അവർ പറഞ്ഞ ആ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് എന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു. സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളത് ശിർക്കല്ല എന്നതിന് വല്ല തെളിവും ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാനുണ്ടോ എന്നുള്ളതാണ്. അത് ഇവിടെ കൂടിയ എല്ലാ വ്യക്തികൾക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. നേരത്തെ ഞാൻ എൻ്റെ ചോദ്യം ശിർക്കാണ് എന്നതിന് വല്ല ആയത്തും തെളിവായി ഉദ്ധരിക്കാനുണ്ടോ എന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും സൂറത്ത് ഫാത്തിറിലെ ആയത്ത് ഞാൻ ഓതി എന്ന് പറയുക എന്നല്ലാതെ അത് സമർത്ഥിക്കാൻ കഴിയാതെ, ശിർക്കാണെന്ന് വ്യക്തമാക്കാൻ കഴിയാതെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് മൗലവി ചെയ്തത്. ഇതിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഖുർആനിൽ ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്തും തന്നെ ഇല്ല. ഇപ്പൊ കണ്ടങ്ങള്, ഇയാളാണ് കാഞ്ഞങ്ങാട് മുജാഹിദുകളെ മുഖാമുഖത്തില് മുജാഹിദുകാരനായിട്ട് ചോദിക്കാൻ വന്നത്. അതേ മനുഷ്യനാണ് ഇപ്പാണ് കണ്ടത് കുണ്ടോട്ടിയിൽ വെച്ച് സുന്നികളും മുജാഹിദുകളും 12 വീതം ആളുകൾ ഒരു വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് അത് വീഡിയോയിൽ പകർത്തുന്ന ആ രംഗത്ത് സുന്നികളുടെ ഔദ്യോഗികമായ ആളായി അവിടെ വാദം സമർത്ഥിക്കാമെന്ന നമ്മുടെ സമീപ പ്രദേശത്തുകാരൻ കുഴിപ്പുറം സ്വദേശി കൊളമ്പം മൊയ്തീൻ എന്ന് പറയുന്ന മൊയ്തീൻ സഅദിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാഞ്ഞങ്ങാട് സഅദിയ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങിയ ഇവരുടെ ഔദ്യോഗികമായ പ്രാസംഗികനാണ് മൊയ്തീൻ സഅദി. കുഴിപ്പുറത്തുകാരനാണ്, ആർക്കും പോയി അന്വേഷിക്കാം. കുഴിപ്പുറത്ത് മുജാഹിദ് പ്രവർത്തകര് ഇയാളുടെ ഈ ഫോട്ടോയും അയാൾ കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ ചോദിക്കുന്ന ആ ഫോട്ടോയും രണ്ടും കൂടെ ഒന്നിച്ച് ഒരേ പേജിലേക്ക് പകർത്തിയിട്ട് അയാൾ നാട്ടിൽ കൊണ്ടുപോയി കുഴിപ്പുറത്ത് ഒന്നാകെ ഒട്ടിച്ചുകൊണ്ട് പോലും വെല്ലുവിളിച്ചതാണ്. നിഷേധിക്കാൻ കഴിയുമോ എന്ന്. അപ്പൊ ഈ നിലക്ക് ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും വേഷം മാറി സാമ്രാജ്യത്തിന്റെ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് സായിപ്പിന്റെ വേഷം ധരിച്ചുകൊണ്ട് മുജാഹിദാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അവർ ഉദ്ദേശം എന്താ, പരിപാടി കലക്കല്. അതുകൊണ്ട് ആ മുജാഹിദീങ്ങൾ ഇപ്പോ മുഖാമുഖം നിർത്തിയത് അല്ല, പറയാൻ കഴിയാത്തതുകൊണ്ടല്ല, അതിന് തെളിവില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഈ സംസ്കാരമില്ലാത്ത കളവ് പറയാനുള്ള സർട്ടിഫിക്കറ്റുമായി നടക്കുന്ന ഇവര് ഉള്ളിടത്തോളം കാലം പിന്നെ അത് മാന്യമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് അവരെ പോലെ നമ്മൾ ആവാതിക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മളത് ഒഴിവാക്കി എന്ന് മാത്രം. ഇനി ആ കാഞ്ഞങ്ങാട് മുഖാമുഖം ഈ പറഞ്ഞ മൊയ്തീൻ സഅദി മുജാഹിദുകാരനായിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ കണ്ടുവല്ലോ, അവിടെ ചോദിച്ചുവെന്ന് മാത്രമല്ല, ആ ചോദ്യവും നേരത്തെ നമ്മൾ തിരുവനന്തപുരത്തെ മുഖാമുഖത്തിൽ കണ്ടതുപോലെ ആ കാഞ്ഞങ്ങാട് മുഖാമുഖം കലക്കുന്നതിലേക്കാണ് ഇവരെത്തിച്ചത്. അവിടെയും സദസ് ബഹുഭൂരിഭാഗം ആളുകളും ഇവിടെ സഖാഫിമാര് വേഷം മാറി പുള്ളിത്തുനെടുത്ത് ടീഷർട്ട് ഇട്ട് സദസ് ഒന്നാകെ വന്നിരുന്ന് അവസാനം ഒന്നാകെ തക്ബീർ ധ്വനി മുഴക്കി ഒന്നാകെ ശബ്ദ കോലാഹലമുണ്ടാക്കി ആ മുഖാമുഖം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതും കൂടി കണ്ടാൽ കാന്തപുരം സുന്നികളെ തനിനിറം വ്യക്തമായി മനസ്സിലാവും. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും അടങ്ങിയിരിക്കുക.
ആരും ബഹളമുണ്ടാക്കരുത്. എല്ലാവരും ശാന്തരായിരിക്കുക. എല്ലാവരും ശാന്തരായിരിക്കുക. ദയവ് ചെയ്ത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്. അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. ഞങ്ങൾ കസായ ഉണ്ടായിരുന്നത് മേലിന്ന് കസായ എടുത്ത് എറിയ ഇതാ സക്കാഫി എന്നാല് ഇതാ പോലെ സംസ്കാരം. മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക. മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക. ശാന്തരായിരിക്കുക. ആരായി കസായ എടുത്തത്? പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരുടെ പിരിഞ്ഞു പോവുക. പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരെ പിരിഞ്ഞു പോവുക. ഞങ്ങൾ ചോദിക്കാൻ സൗകര്യത്തിന് ഇവിടെ ആളുകളുണ്ട്. കണ്ടങ്ങള് ഇതാ സഖാഫി, ഇതാ മുഖാമുഖം. പൊതുമുതൽ നശിപ്പിക്കാൻ ആരാ പഠിപ്പിച്ചത്? ഇസ്ലാം പഠിപ്പിച്ചോ? അല്ലെങ്കിൽ എന്ത് ഇസ്ലാമാ AP സുന്നിയാക്ക്? ഈ വക നമ്മൾ പറഞ്ഞ മാതിരി മോലേപാപ്പന പള്ളിയിലെ കിതാബും കൊടുന്ന് അത് കട്ടുണ്ടോ ബലിക്ക് പിന്നെ എന്ത് ഇസ്ലാമാണുള്ളത്? പൊതുമുതൽ ഒന്നാകെ വാരി വലിച്ച് നശിപ്പിക്കുക, തെറിയഭിഷേകം ചെയ്യുക, സദസ്സിനെ മുഴുവൻ പ്രയാസപ്പെടുത്തുക. ഇതാണ് ഇവരെ തനിനിറം. ഇതാണ് ഇവരെല്ലാ സ്ഥലത്തും പയറ്റുന്നത്. മുജാഹിദീങ്ങളെ മുഖാമുഖ വേദികൾ ഈ നിലയ്ക്ക് അവര് കടന്ന് ഇങ്ങനെ അവര് വളരെ മോശമായി പെരുമാറിയപ്പോൾ ഇത്തരം നാശനഷ്ടങ്ങൾ വരുത്തി തീർത്തുകൊണ്ട് ആളുകളെ മുഴുവൻ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തേണ്ട എന്ന് മുജാഹിദുകൾ തൽക്കാലം തീരുമാനിച്ചുവെന്നല്ലാതെ മുജാഹിദുകൾക്ക് തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അവർ മുഖാമുഖം നടത്താത്തത്. എന്നാൽ സഖാഫികൾക്ക് നേർക്ക് നേരെ മുജാഹിദോട് ഏറ്റുമുട്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ മുഖാമുഖങ്ങളിൽ അവരാളെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടല്ലോ, നേർക്ക് നേരെ മുജാഹിദാൻ ചോദിച്ചപ്പോ അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. അപ്പൊ പിന്നെ അവരാണ് തീരുമാനിച്ചു, എന്നാ പിന്നെ നമ്മൾ ആളെ കൊണ്ടുവരാ. അത്തരം ഒരാളെ തന്നെയാണ് നമ്മളെ പുതുപ്പറമ്പിലും കൊടുക്കുന്നത്. ഓനും കുറെ പറഞ്ഞു നോക്കി ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അലവി സഖാഫിയുമായി മുജാഹിദുകാരൻ വെട്ടുന്ന പോലെ വളരെ ധൈര്യപൂർവ്വം വെട്ടണമൊക്കെ കണ്ടപ്പോ ആൾക്കാർ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയൊന്നല്ലോ, അയാൾ മുജാഹിദാണ്. ഇപ്പം നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? എത്ര ഇതായിട്ട് അയാൾ ചോദിക്കുന്നത് അയാൾ മുജാഹിദ് തന്നെയാണ് എന്ന് ചെതിരൊക്കെ ചോദിച്ചു. അപ്പൊ ചെതിര് പോയിട്ട് ഇവിടുത്തെ AP ഗ്രൂപ്പിന്റെ വലിയ ആൾക്കാർ ചോദിച്ചു, അല്ല അയാൾ മുജാഹിദാണോ? അപ്പോൾ പറഞ്ഞു നിങ്ങളാണ് ചോദിച്ചു നോക്കിനാ, നിങ്ങളാണ് പോയി ചോദിച്ചു നോക്കി. അപ്പൊ നമ്മളെ നാട്ടിലെ ധൈര്യമുള്ള സത്യം തുറന്നു കാണിക്കണമെന്ന് ആത്മാർത്ഥ താല്പര്യമുള്ള ചില ചെറുപ്പക്കാര് ഓരോന്ന് പോയി ചോദിക്കാൻ തീരുമാനിച്ചു. ചോദിച്ചപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. ഓ നമ്മളെ പൊന്മള റസിൽ ഓതുന്ന ആളാ, ഓ നല്ല മുസ്ലിയാരാ, ഓന് ആ തലയികെട്ടും ഓൻ്റെ ആ വേഷമൊക്കെ പൊതിഞ്ഞ് ഉറയെ സൂക്ഷിച്ചിട്ട് ആ ഓനിവിടെ സാമ്രാജ്യത്തെ വേഷം ധരിച്ചിട്ട് മുജാഹിദാണ് എന്നും പറഞ്ഞിട്ട് ഓമ്പടെ വന്നത്. അവസാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ചെറുപ്പക്കാര് അവനെ പിടിച്ചുകൊണ്ട് വന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും മുമ്പിൽ വെച്ചിട്ട് അത് പരസ്യമായി പറയിപ്പിച്ചു, അത് റെക്കോർഡ് ചെയ്തു. ഇപ്പൊ നിഷേധിക്കാൻ കഴിയാത്ത വിധം അത് നമ്മുടെ മുമ്പിൽ രേഖയായി കിടക്കുകയാണ്. ആ ചോദ്യകർത്താവ് പറയുന്ന പറച്ച് അതും കൂടി കാണും കേട്ടോളി, എന്നാ പിന്നെ എളുപ്പമായല്ലോ. ഇതാണ് ആ ചോദ്യകർത്താവ്. കണ്ടോ, നമ്മൾ ചോദിക്കാൻ വന്ന മുജാഹിദ് തന്നെ. ഞങ്ങള്
അറിയണ്ടേ സുഹൃത്തിന് നേരത്തെ തീരുമാനിക്കും. അല്ല അതുകൊണ്ട് അത് അവരോട് പറഞ്ഞല്ലേ ഇത് നോണല്ലോ. ഇത് നോണാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾ കടിക്കുന്ന അവിടേക്കാണ്. ചെയ്തലവി പറഞ്ഞ ആളാണ്. ചെയ്തലവി പറഞ്ഞ കാർ ഡ്രൈവറാണ് എന്റെ പെങ്ങളെ ഭാര്യ, എന്റെ ഭർത്താവ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിക്കും അന്വേഷിക്കും. ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവരെ തെറ്റ് ചെയ്യാം. ഇത് തെറ്റ് ഉറപ്പല്ല, നിങ്ങൾ ഉറപ്പല്ല. ഞാൻ അവിടെ പള്ളിയിൽ വരും. ഞാൻ അവിടെ പള്ളിയിൽ വരും. അല്ല ഇപ്പൊ സ്ഥലം നാരായണിപ്പുഴ വഴി, ചങ്ങരംകുളം നാരായണിപ്പുഴ വഴിയുള്ള എരമംഗലം. പേര് ഹനീഫ്. ഇവിടെ പറഞ്ഞ എന്താണ്? ഉൽപ്പം പറയും. നിങ്ങളിപ്പോ വിളിച്ചു ചോദിച്ചു. പിന്നെ നിങ്ങളിവിടെ ആരെങ്കിലും വിളിച്ചതാരാണ്? ഞാൻ എന്റെ സ്വന്തം വന്നാണ്. ആരും വിളിച്ചിട്ടൊന്നുമില്ല? അല്ലല്ല, ഞാൻ പത്രത്തിൽ കണ്ടു. ആ പത്രത്തിൽ കണ്ടതനുസരിച്ച് ഞാൻ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സംശയങ്ങൾ ഞാൻ ചോദിക്കാന്നുള്ള ഈ തൊപ്പിയും അതേപോലെ തൊപ്പിയും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉടനെ അവർ പറയും. ഞാൻ മുമ്പൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. മുമ്പൊരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഈ തൊപ്പി എന്തൊക്കെ ഇട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾക്കുള്ള മുത്താലിമീങ്ങളുടെ സംശയങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കുക. ആ മുജാഹിദ് രൂപത്തിൽ വരാനാ പറഞ്ഞവര്? അങ്ങനെ പറഞ്ഞില്ല. മുത്താലിമീങ്ങൾക്കുള്ള സംശയം അതിന് കാരണമാണ് പറയണത്. അതിന് കാരണം മുത്താലിമീങ്ങൾക്കുള്ള സംശയങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇവരത് ഒഴിവാക്കി. ഞങ്ങൾ ഉസ്താദന്മാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഇവരെ പറഞ്ഞ പോലെ ഈ തെളിവും ഇതേപോലെ ഈ ഏടിന്റെ ആശ്രമങ്ങളും ഇങ്ങനെ ഒന്നുമില്ല. ഇവര് കിതാബിന്റെ ഭാഗത്ത് മാത്രം അതിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ. പിന്നെ ഈ എന്താണ് ഏടുകൾ ഉദ്ധരിച്ചിട്ടും അതേപോലെയുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടും നമുക്ക് പറയണതിന് വസ്തുനിഷ്ഠമായ മറുപടി കിട്ടണമെങ്കിൽ ഇതേ രൂപത്തിൽ നമുക്ക് ചോദ്യം ചോദിച്ചതിനുള്ള മറുപടി കിട്ടണമെങ്കിൽ ഇതേ രൂപത്തിൽ ഇവരിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി കിട്ടണം. ആയിക്കോട്ടെ. അതെ, ഈ ഡ്രസ്സ് മാറ്റിയത് ഇതിനാണ്. പറഞ്ഞോ, ഈ ഡ്രസ്സ് മാറ്റിയത് ഇവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി എനിക്ക് കിട്ടാനും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ആര് ക്ഷണിച്ചു വെച്ചില്ല അത് സ്വന്തമായി ആരെങ്ങോട്ട് ക്ഷണിച്ചത്? നിങ്ങൾ ഏത് ആളുകൾ? നിങ്ങൾ ഏത് വണ്ടി കയറിയപ്പോ നിങ്ങളോടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ക്ഷണിക്കാൻ എനിക്ക് പ്രേരകമായത് ഈ ഇവര് പറഞ്ഞു എന്റെ കൂട്ടുകാരായ ആളുകൾ അങ്ങനെ പറഞ്ഞ പത്രത്തിലൂടെ അതെ ഞാൻ പറയണത് പത്രത്തിൽ മുഖേന അറിയപ്പെട്ട കാര്യങ്ങൾ എന്റെ കൂട്ടുകാർ പറഞ്ഞത് അവര് ചോദ്യം ചോദിക്കാൻ വരൂല. നമുക്ക് അതേ രൂപത്തിൽ ചോദിക്കാം. ഇതിപ്പോ നമ്മളാ കുട്ടികളെ പോലെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അതുകൊണ്ടാണ് ക്ലിയറിന്റെ കമ്മി. അപ്പൊ അങ്ങനെ ഓര് ചോദിക്കാൻ വരൂല, അതുകൊണ്ട് പിന്നെ നമ്മൾ പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കോളത്തിൽ വന്നതാണ് എന്നാ. അപ്പൊ യഥാർത്ഥത്തില് ഈ നാടകമാണ് ഇവിടെ പൊളിഞ്ഞത്, മറ്റു പലയിടത്തും പൊളിഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇതേ സംഭവം തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഇനി കൃത്യമായി ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ SSF ഞാൻ പറയുന്നു, ഇവിടെ നടന്ന മുഖാമുഖത്തിന്റെ CD നിങ്ങൾക്ക് തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിശദമായി അതിലെ ഓരോന്നും ഇതേപോലെ കാണിച്ചിട്ട് കൃത്യമായി പറഞ്ഞു തരാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നാണ് SSF പറയാനുള്ളത്. ഇനി നാളെ കഴിഞ്ഞിട്ട് അതും ഇതും പറയാൻ നിൽക്കണ്ട. അപ്പൊ സൂചിപ്പിച്ചത് ഇതാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവും, എന്നാ പിന്നെ എന്തേ മുജാഹിദീങ്ങൾക്ക് ചോദിച്ചുകൂടേനാ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് മുജാഹിദീങ്ങൾക്ക് സംശയമില്ല, മറ്റൊന്ന് മുജാഹിദീങ്ങൾ ചോദിച്ചാൽ പറയാൻ മാത്രമൊന്നും വിവരം ഇവരത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദീങ്ങൾ ചോദിച്ച സ്ഥലങ്ങളുണ്ട്, നേരത്തെ നമ്മൾ കണ്ടു പുളിക്കല്. അവിടെ മുജാഹിദീങ്ങൾ ചോദിച്ചപ്പോ ശരിക്കും ആ സ്റ്റേജ് ഒന്നാകെ സ്തംഭിച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടത്. ഇനി അങ്ങനെ സ്ഥലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാഹിയിൽ വെച്ച് മുജാഹിദായ ആളുകൾ തന്നെ പോയി ചോദിച്ചു അവരുടെ മുഖാമുഖത്തിന്. ആ ഒരു ചോദ്യത്തിന് പേരോട് സഖാഫിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദ്യകർത്താവിനെ ഇട്ട് ആകെ ഇടങ്ങാറാക്കുന്ന
ആകെ അലങ്കോലപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അതും കൂടെ നിങ്ങൾ കാണുക. അപ്പൊ മനസ്സിലാവും. നിങ്ങൾ ചോദിക്കാൻ പോയാൽ എന്താണ് ഇവരെ അവസ്ഥ എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അതും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മുഖാമുഖം പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യ ചോദ്യകർത്താവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചോദിക്കുന്ന മുജാഹിദായിരുന്നു, ശ്രദ്ധിച്ചോങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹുവിനോട് വിളിച്ചു തേടുന്നുണ്ട്. അതുപോലെ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റ് പല നബിമാരും സഹാബികളും മറ്റു പല നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇതുപോലെ ഏതെങ്കിലും 1-3 തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വിളിച്ചു തേടിയതായി, അതായത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയതായി ഉദ്ധരിക്കാൻ പറ്റുമോ? ഒന്നുകൂടി ഞാൻ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ആദം നബി മുതലായ പല നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഇത്തരം തെളിവുകൾ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവ്. ആദം നബി തെറ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞത് അത് ഏത് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് എന്ന് അറിയണമെന്നുണ്ട്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ അമ്പിയാക്കൾ തെറ്റ് ചെയ്യാത്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ഏത് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. സഹോദരന്മാരെ, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ നബിമാർ സത്യവിശ്വാസികൾ മുതലായവർ അള്ളാഹുവോട് വിളിച്ചു തേടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം പറയാൻ, ഇബ്രാഹിം നബി സന്താനത്തിന് വേണ്ടി, സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടി വിളിച്ചു തേടുന്നുണ്ട്. ഇതേപോലുള്ള 3 തെളിവുകൾ, 3 ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതല്ല, ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ആദം നബി തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹുവിനോട് വിളിച്ചു തേടിയത് ഖുർആനിലുണ്ട് എന്ന് ഈ സദസ്സിൽ ചോദ്യത്തിൽ ഉന്നയിച്ച ഒരു വാചകമാണ്. അപ്പൊ ഞാൻ അതിന് പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ ഈ സദസ്സിലുള്ളവരൊക്കെ ആദം നബി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തെ ഞാൻ അംഗീകരിച്ചു എന്ന് വരും. അതുകൊണ്ട് എനിക്ക് ചോദ്യകർത്താവിനോട് ചോദിക്കാനുള്ളത്, അപ്പറഞ്ഞത് പിൻവലിച്ചോ ഇല്ലേ എന്നതാണ്. മറ്റേ മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ഇത് ആദം നബി തെറ്റ് ചെയ്തു നാമുഖം പറഞ്ഞത് കൊണ്ടാണ്, ആദ്യം പറഞ്ഞത് തന്നെ ഇസ്ലാമിന്റെ വിശ്വാസത്തിന് എതിരായത് കൊണ്ടാണ്. ആ വാദം, ആദം നബി തെറ്റ് ചെയ്തു എന്ന വാദം, അത് പിൻവലിച്ചോ അല്ല അതിപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. റബ്ബനാ ലലംനാ അൻഫുസനാ എന്ന് തുടങ്ങിയ പ്രാർത്ഥനയിൽ അല്ലാഹുവേ നമ്മോട് തന്നെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന് ആദം നബി വളരെ കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും സന്താനത്തിന് വേണ്ടിയും അയ്യൂബ് നബി രോഗം വന്നപ്പോഴും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കാൻ പറ്റും. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഈ ചോദ്യത്തിന് വളരെ ലളിതമായ ഉത്തരമാണ്. അതുപോലെ തന്നെ 3-4 ഉദാഹരണങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയായി ഉസ്താദിന് ഉദ്ധരിക്കാൻ പറ്റുമോ? റബ്ബനാ വലംനാ അൻഫുസനാ എന്ന് പറഞ്ഞിട്ട് അർത്ഥം അങ്ങനെയല്ല. റബ്ബനാ വലംനാ അൻഫുസനാ എന്നതിന്റെ അർത്ഥം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നല്ല. അങ്ങനെ ഏത് ഡിക്ഷണറിയിലാണ് അർത്ഥം പറഞ്ഞത്? ഇവിടുത്തെ ഡിക്ഷണറി പറഞ്ഞാൽ ഡിക്ഷണറി പറയാനില്ല. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അഥവാ ഒരുപാട് ആരും ശബ്ദം ഉണ്ടാക്കണ്ട, എല്ലാവരും കേട്ട് പഠിച്ചാൽ മതി. ആരും ശബ്ദം ഉണ്ടാക്കണ്ട. ആദം നബി മുതൽ ഇബ്രാഹിം നബി, അയ്യൂബ് നബി, സക്കരിയ നബി ഇവരൊക്കെ വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി ഉസ്താദിന് പറയാൻ പറ്റുമോ? മറ്റത് നിങ്ങൾ പിൻവലിച്ചോ? അതായത് ആദം നബി തെറ്റ് ചെയ്തു എന്നുള്ള വാദം നിങ്ങൾ പിൻവലിച്ചോ? സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയി എന്ന് ആദം നബി വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സന്താനത്തിന് വേണ്ടി ഇബ്രാഹിം നബിയും സക്കരിയ നബിയും അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ചരിത്രമുണ്ട്. അയ്യൂബ് നബി രോഗം വന്നപ്പോൾ അള്ളാഹുവോട് വിളിച്ചു തേടിയിട്ടുണ്ട്. ഇതേപോലുള്ള ഏതെങ്കിലും 1-2 ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി ഉസ്താദിന് ഉദ്ധരിക്കാൻ പറ്റുമോ?
ആരും ശബ്ദിക്കണ്ട. നേരത്തെ പറഞ്ഞു റബ്ബനാന ലലംന അൻഫുസന എന്നതിന്റെ അർത്ഥം തെറ്റ് ചെയ്തു പോയി എന്നാണ്. ഇപ്പൊ പറയുന്നു ശരീരത്തെ അക്രമം ചെയ്തു പോയി എന്നാണ്. ഏതാണ് ശരി? ആദ്യം പറഞ്ഞോ രണ്ടാമത് പറഞ്ഞതോ? ചോദ്യം വ്യക്തമായിട്ടില്ലേ? ഞാൻ ഇതാണ് ഒരുപാട് അള്ളാഹുവിനോട് തേടിയ നബിമാരും സത്യവിശ്വാസികളും അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലുള്ള അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയതായ ഒന്നോ രണ്ടോ ഉദാഹരണം ഉസ്താദിന് പറയാൻ പറ്റുമോ? വേറെ ഒരു ചോദ്യമില്ല. അപ്പൊ ആദ്യം പറഞ്ഞ് പിൻവലിച്ചോ? ആദം നബി തെറ്റ് ചെയ്തു തന്നെ പിൻവലിച്ചോ? ഞങ്ങൾക്ക് അത് മനസ്സിലായി. ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. തേടുന്നത് സംബന്ധിച്ച തർക്കം ഇവിടെ ഉള്ളത്. അല്ല, അത് ഞാൻ അയാളോട് ചോദിക്കുന്നത്. അല്ല, ഇതേ ചോദ്യം എനിക്കുണ്ട്. ആ ചോദ്യം പറയാ, ഇത് പറഞ്ഞിട്ട് പറയാ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉസ്താദ് ചിരിക്കരുത്, ചിരിക്കാട് ഉത്തരം പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവോട് തേടിയതായുണ്ട്. ഇതേപോലെ മഹാന്മാരോ നബിമാരോ ഔലിയാക്കളോ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയ ഉദാഹരണം ഉസ്താദിനുണ്ടോ? അതാ ചോദ്യം. വളരെ ലളിതമാണ് ചോദ്യം, ഒരു കുട്ടിക്കൊടുക്കുക ഇല്ലാത്ത ചോദ്യമാണ്. ചിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഹുവ അൽഹഖ വഅബ്ക എന്ന് ഖുർആനുണ്ട്. അള്ളയാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും. എന്നെ അള്ള ചിരിപ്പിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ അള്ള കരയിപ്പിക്കുന്നുണ്ടാകാം, ഞാൻ ഉത്തരവാദിയല്ലോ. അപ്പോ അൽഹഖ വഅബ്ക, അള്ള ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനുമാണ് ഖുർആൻ പറയും. അള്ള എന്നെ ചിരിപ്പിക്കുന്നു, നിങ്ങളെ അള്ള കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്റെ വിഷയം അതല്ല. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി വരും. നിങ്ങളെ ചോദ്യത്തിന്റെ തുടക്കം പറഞ്ഞത് ആദം നബി തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ തുടങ്ങിയത് തന്നെ. അത് ഞങ്ങളെ മുസ്ലിമീങ്ങളെ വിശ്വാസമല്ല. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? ഉസ്താദ് ഇങ്ങോട്ട് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. അള്ളാഹുവോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഉസ്താദിന് മഹാന്മാരോടോ ഔലിയാക്കന്മാരോടോ മറ്റു നബിമാരോടോ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയ ഒരു ചരിത്രം ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരാ ഇപ്പൊ പറഞ്ഞ്? നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരാ ഇപ്പൊ പറഞ്ഞ്? അതെ, ഉസ്താദ് എന്റെ ചോദ്യം വ്യക്തമല്ല. ഞാൻ ആദ്യം ഉസ്താദോട് ചോദിച്ചത്, ഉസ്താദോട് ചോദിച്ചത് ഞാൻ ആദ്യം എന്താ ചോദ്യം തന്നെ വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ നബിമാരും ഔലിയാക്കന്മാരും ചോദിച്ചതായുണ്ട്. ഇതേപോലെ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച ഒരു ചോദ്യം ഉസ്താദിന് ഉത്തരിക്കാൻ പറ്റുമോ വിശുദ്ധ ഖുർആനിൽ നിന്ന്? നിങ്ങളെ പ്രസ്ഥാനത്തിന് പേരില്ല, ഉണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ 4-5 വർഷമായി നമ്മുടെ പരിസരത്ത് നടക്കുന്ന മുഖാമുഖം പരിപാടികളിൽ അന്ന് അഭിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാണ്. ഇപ്പോൾ ഇദ്ദേഹം കോഴിക്കോട് മുജാഹിദാണോ എറണാകുളം മുജാഹിദാണോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഏതായാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് ഞാൻ പറയുന്നത് സിദ്ദീഖ് സാഹിബ് സമ്മതിക്കുമെന്ന് സിദ്ദീഖ് എന്നാണ് പേരും. എനിക്ക് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ആളാണ് ഇദ്ദേഹം. അതെ, എനിക്ക് ആളെ പേരറിയേണ്ട ആവശ്യമില്ല. എനിക്കറിയേണ്ട ആളെ പ്രസ്ഥാനമാണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഞാനൊരു മറുപടി പറയുമ്പോൾ യുക്തിവാദിയാണെങ്കിൽ യുക്തി കൊണ്ടാണ് മറുപടി പറയാ. മുജാഹിദ് ആണെങ്കിൽ മുജാഹിദ് അംഗീകരിക്കുന്ന തെളിവാണ് പറയാ. സുന്നി ആണെങ്കിൽ സുന്നി അംഗീകരിക്കുന്ന തെളിവാണ് പറയാ. അപ്പൊ എനിക്ക് കക്ഷി ഏതാണെന്ന് അറിയേണ്ട ആവശ്യം വരുന്നത് തെളിവുകളിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. തെളിവുകളിലേക്ക് കടക്കുമ്പോൾ ചോദിക്കുന്ന ആൾ ആരാണെന്ന് നോക്കാതെ ഒരു യുക്തിവാദിനോട് ആയത്തോതി കൊടുത്തിട്ട് കാര്യമില്ല. ഒരു നിരീശ്വരവാദിയോട് അള്ള ശിക്ഷിക്കുന്നിട്ട് കാര്യമില്ല. അപ്പോ കക്ഷി മുജാഹിദാണോ ജമാഅത്താണോ, ഇനി മുജാഹിദിൽ തന്നെ കോഴിക്കോടാണോ എറണാകുളമാണോ, ഇനി അല്ല ജമാഅത്ത് ഇസ്ലാമിയാണോ ഖാദിയാനിയാണോ യുക്തിവാദിയാണോ നിരീശ്വരവാദിയാണോ മതവിശ്വാസിയാണോ മുസ്ലിമാണോ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. അതനുസരിച്ച് വേണം മറുപടി പറയാൻ. അല്ലാതെ ഈ നിഴലിനെ വെടിവെക്കാൻ കഴിയില്ലല്ലോ. എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രസ്ഥാനം. കാരണം അയാൾ തുടങ്ങുന്നത് തന്നെ ആദം നബി തെറ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ്. ആദം നബി തെറ്റ് ചെയ്തു എന്ന് മുസ്ലിമീങ്ങളായ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പ്രവാചകന്മാര് തെറ്റ് ചെയ്യാത്തവരാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇയാള് പ്രസ്ഥാനം ഏതാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അംഗീകരിക്കുന്ന നിലക്കുള്ള മറുപടി പറഞ്ഞു കൊടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് അയാളെ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നത്. പ്രസ്ഥാനം ചോദിക്കുമ്പോൾ പിന്നെയും ചോദിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. ആ പ്രസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ലല്ലോ. ഉസ്താദിന് പ്രസ്ഥാനം അറിയണം നിർബന്ധമാണെങ്കിൽ ഞാൻ മുജാഹിദ് പ്രവർത്തകനാണ്. എന്റെ ചോദ്യം ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ആദം നബി മുതൽ ഇബ്രാഹിം നബി, സക്കരിയ നബി, അയ്യൂബ് നബി തുടങ്ങിയ ഒരുപാട് നബിമാര് അള്ളാഹുവിനോട് വിളിച്ചു തേടിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതേപോലെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് തേടിയതായ ഉദാഹരണങ്ങൾ ഉസ്താദിന് പറയാൻ പറ്റുമെന്ന്?
അപ്പോൾ ഈ ആദം നബി തെറ്റ് ചെയ്തു എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണോ അല്ല നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ? നിർത്തിയോ? അൽഹംദുലില്ലാഹ്. ഒരൊറ്റ ചോദ്യം ചോദിച്ചു എന്തെങ്കിലും പറയാൻ കഴിഞ്ഞ ഈ കോലത്തെ ആളെ പൊട്ടീസാക്കി സ്റ്റേജിൽ മുഴുവൻ പറയുന്ന ആശയം ഒന്ന് പറയാൻ ശ്രമിക്കാൻ പോലും നോക്കാതെ അയാൾ മുജാഹിദ് ആണ് എന്ന് മറ്റവും പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും പറയാം നിങ്ങളുടെ അവസ്ഥാനം ഏതാണ്. കാരണം എന്താ, ആൾക്കനുസരിച്ച് മറുപടി മാറുന്ന. ഇസ്ലാമിൽ അങ്ങനെയില്ല. ഇസ്ലാമിന്റെ കാര്യത്തിന് മറുപടിയാ. ആള് മാറിയാല് അപ്പൊ ഞാൻ വേറെ ഒരുത്തം വന്നാല് അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന അതാണ് സഖാഫി. ആൾക്കാർക്ക് എന്താ ആവശ്യം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ കുളത്തിലാ കഴിഞ്ഞില്ല. ആ മുഖാമുഖത്തില് ഈ സഹോദരൻ നിർത്തി. കാരണം എന്താ, പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായി. അപ്പൊ എന്താ അൽഹംദുലില്ലാ എന്നിട്ട് അതിന് നോക്കി മേലിക്ക എന്നാ അടുത്ത പ്രവർത്തകൻ ആ ചോദ്യം ഏറ്റെടുത്തു. അയാൾ വീണ്ടും ചോദിച്ചു എന്താ പേരോട് പറഞ്ഞത്, ശ്രദ്ധിക്കുങ്ങള്. സഹോദരന്മാരെ, ഇനി വേറെ ആൾക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഖുർആനിൽ ഒരുപാട് തേടിയ സംഭവങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി, ഇബ്രാഹിം നബി, അയ്യൂബ് നബി, ഒരുപാട് പ്രവാചകന്മാർ തേടിയ ഒരുപാട് തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ മറിയം ബീവി, സാലിഹത്തായ മറിയം ബീവി തേടിയത്, ആസിയ ബീവിയുടെ തേട്ടം, ഇങ്ങനെ ഒരുപാട് തേടിയ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ്. എന്റെ ചോദ്യം, ഏതെങ്കിലും ഒരു തേട്ടം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി വിശുദ്ധ ഖുർആനിൽ നിന്ന് 1, 2, 3 ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കുമോ? എന്റെ പേര് മൂസ. അപ്പോ അങ്ങനെ ഉദ്ധരിച്ചാൽ താങ്കൾ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ? ഉസ്താദ് ഉത്തരത്തിന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ ഞാൻ മറുപടി കൃത്യമായിട്ട് പറയും. നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ രാജിവെക്കുമോ ഇല്ല, എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല, രാജിവെക്കുമോ ഇല്ലോ, രാജിവെക്കുമോ വെക്കൂലോ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന് മുൻനിർത്തി ഞാൻ പറയും. ഓക്കെ, എന്നാ കേട്ടോളൂ. വൗഹൈനാ ഇലാ മൂസ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു അൻ ദ്രിബ് ബിഅസാകൽ ഹജർ فانبجست منه 12 عينا قال الله عز وجل അല്ലാഹു പറയുന്നു, വൗഹൈനാ ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന് നമ്മൾ വഹി അറിയിച്ചു. ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളം തേടിയപ്പോൾ, മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചു, അനിദ്രിബ് ബിഅസാകൽ ഹജർ, നിങ്ങൾ പാറക്കല്ലിന് വടി കൊണ്ട് അടിച്ച് വെള്ളം കൊടുക്കണം. ഫംബജസത് മിൻഹു 12 ഐനാ, അങ്ങനെ പാറക്ക് വടി കൊണ്ട് അടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളത്തിന് വേണ്ടി മൂസാ നബിയുടെ അനുയായികൾ തേടിയപ്പോൾ അങ്ങനെ തേടാൻ പാടില്ലെന്ന് പറയണം എന്നല്ല ഖുർആൻ പറയുന്നത്. അങ്ങനെയല്ല അള്ളാഹു പറയുന്നത്. മറിച്ച് തേടിയവർക്ക് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ നിലക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അല്ലാഹ് അല്ലാത്തവരോട് തേടൽ ശിർക്കാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ശിർക്കിന്റെ പേരിൽ സഹായം കൊടുത്തു എന്ന് പറയണം. അള്ളാഹു ശിർക്കിനെ സഹായിച്ചു എന്ന് പറയണം. അള്ളാഹ്ക്കും മൂസാ നബിക്കും ഖുർആൻ ഇറക്കിക്കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും ഖുർആൻ ഓതിക്കൊടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് കേട്ട ഒരൊറ്റ സഹാബികൾക്കും ആർക്കും ഒരഭിപ്രായമുണ്ടായില്ല. അള്ളാഹ് ഉണ്ടല്ലോ, എന്നിട്ട് മൂസാ നബിയോട് എന്തിന് തേടിയപ്പോൾ അള്ളാഹ് എന്തിന് വെള്ളം കൊടുക്കാൻ മൂസാ നബിയോട് പറഞ്ഞു എന്ന ഒരു സംശയം മുജാഹിദുകൾ വരുന്നത് വരെ ഖുർആനിൽ ഒരാൾക്കും ഒരു സംശയവും ഉണ്ടായില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി വെള്ളം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ചോദ്യവും ഉസ്താദ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചത്
മരിച്ചുപോയ മഹാന്മാരോടുള്ള ഒരു ദുആന്റെ രൂപമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മരിച്ചിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് മുമ്പിലുണ്ടായിരുന്നു. ആ മുമ്പിലുള്ള കൗമാണ് മൂസാ നബിയോട് ചോദിച്ചത്, അല്ലാതെ മരിച്ചുപോയ മൂസാ നബിയോടായിരുന്നില്ല. എന്റെ ചോദ്യം ഉസ്താദേ, ഇത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു. എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, അന്നീ മസ്നി അൽദുർ വഅൻത അർഹമുർ റഹീമീൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഒരുപാട് ദുആകൾ വിളിച്ചു നേടിയ സംഭവങ്ങളുണ്ട്, തേട്ടങ്ങളുണ്ട്. ഇതുപോലെ സാലിഹീങ്ങളുടെ തേട്ടങ്ങളോ പ്രവാചകന്മാരുടെ തേട്ടങ്ങളോ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരോട് തേടിയതായിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്നവരോടല്ല. അപ്പൊ അള്ള ജീവിക്കുന്ന ആളോ മരിച്ചാളോ? അള്ള ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചാളോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതിന്റെ അർത്ഥം ഉസ്താദ് പറയാം, അപ്പം തിരിയും. അള്ള ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച അള്ളഹാനോട് ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. സഹോദരന്മാരെ, തക്ബീർ ചൊല്ലിയിട്ട് ഒരു പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ ഈ ചോദ്യം ചിന്തിക്കുന്ന മനസ്സുകളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കണ്ടതാണ് ഇപ്പൊ ചോദിച്ച ആളുടെ അവസ്ഥ. അള്ള മരിച്ചേക്കണോ? ഇസ്ലാമിന്ന് പുറത്തു പോണ ചോദ്യം ആ പേരോട് ചോദിക്കണത്. അല്ലെങ്കിലേ വിശ്വാസം അതിന്റെ പുറത്തുള്ളതാ. പിന്നെ ഈ വക ചോദ്യം കൂടി ചോദിച്ചാല് മറ്റോ നിർത്തിയപ്പോ അൽഹംദുലില്ലാഹ്, കാരണം എന്താ ഓനസർ ഒഴിഞ്ഞിട്ട് അപ്പോഴാ മറ്റോ കയറി വരുന്നത്. ഈ നിലക്ക് ഇല്ലാത്ത വാദം പ്രചരിപ്പിച്ചിട്ട് കൊണ്ടെടുക്കുമ്പോൾ പറയാൻ കഴിയില്ല. കഴിഞ്ഞിട്ട് ഞാൻ 1-2 രംഗം കൂടി കാണിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റും കൂടി നിൽക്കി. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരുപാട് വാദം. എന്താ ഇയാൾ തെളിവ് പറഞ്ഞത്? മൂസാ നബിന്റെ മുമ്പില് മൂസാ നബിയുടെ ജനത എന്ന് പറയാൻ, നബിയെ മഴയില്ല. മൂസാ നബി അള്ളാഹു പ്രാർത്ഥിച്ചു, പഠിച്ചവരെ മഴ തന്നെ. അള്ള വഹി കൊടുത്തു, വടി കൊണ്ട് പാറക്കടിക്കുക. പാറക്കടിച്ചു, 12 അരുവി പൊട്ടി ഒഴുകി. ഇതാ സംഭവം. മൂസാ നബിയെ വെള്ളമില്ല മഴയില്ല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് അതാണത്രേ. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്ത മഹാന്മാരായ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി മൂപ്പര് ഇത്രയും സമയത്ത് ആ വ്യർത്ഥത്തിന് ശേഷം പിന്നെ ആകെ പല തെളിവാപ്പ നമ്മൾ കണ്ടത്. അപ്പൊ ഇതാണ് അവസ്ഥ. ചുരുക്കത്തില് എല്ലാ മുഖാമുഖ വേദികളിലും മുജാഹിദുകൾ പോയി ചോദിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇവര് മുഖാമുഖം നിർത്തും നമുക്കറിയാം. പിന്നെ എന്താ വെച്ചാൽ സാധുക്കള് അതുകൊണ്ടൊക്കെ ജീവിച്ചു പോണത്, അങ്ങനെയാണ് ചെയ്തു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മുജാഹിദുകൾ ആ പണിക്ക് പോണില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഈ കോലത്തില് ആളെ പൊട്ടീസാക്കുന്ന ഏർപ്പാടെങ്കിലും നിർത്തിയിട്ട് നിങ്ങൾ മുഖാമുഖം നടത്തിക്കോ എന്നേ പറയാനുള്ളൂ. ഇങ്ങനെ മുഖാമുഖം വെച്ച് നാടകം കളിച്ച് ആളെ കൊടുന്നിട്ട് ഇല്ലാതെ ചോദിച്ചിട്ട് സ്ഥാപിക്കണം എന്താണ്? മുജാഹിദീങ്ങള് എല്ലാരും മുസ്ലിക്കാക്കാണ്, മുജാഹിദീങ്ങള് എല്ലാരും കാഫിറാക്കാണ്. ഇപ്പൊ ഇയാള് പറഞ്ഞല്ലോ, റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല, ജിബ്രീലിന് മനസ്സിലായില്ല, സ്വഹാബിക്ക് മനസ്സിലായില്ല, അള്ളാഹ്ക്ക് മനസ്സിലായില്ല, മുജാഹിദീങ്ങൾക്ക് മനസ്സിലായത് ശിർക്കാണ് എന്ന്. അപ്പൊ മുജാഹിദീങ്ങള് മരിച്ചുപോയ ആളുകളെ നമ്മുടെ മുസ്ലിക്കാക്കാണ്, കാഫിറാക്കാണ് എന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ഇവർ ചെയ്യണത്. ഇവിടെയും എന്ന ശ്രമം നമ്മുടെ നാട്ടിലെ മുഖാമുഖത്തിലും 2 സഖാഫിമാരെ കൂടി നടത്തി ഒരു പഴയ സൽസബീൽ വായിച്ചിട്ട് ആ സൽസബീൽ ഇങ്ങനെ നമ്മളൊക്കെ മുസ്ലിക്കാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ ഉന്നയിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഒരു സൽസബീലിലും അങ്ങനെ സുന്നിയാൾ മുസ്ലിക്കാണ് എന്നോ അല്ലെങ്കിൽ ആ സൽസബീൽ വായിച്ചു കേൾപ്പിച്ചതുപോലെ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമോ അല്ലെങ്കിൽ അതുപോലെ പണ്ഡിതന്മാരോ മുസ്ലിക്കാണ് എന്നോ മുജാഹിദ് എഴുതിയിട്ടേ ഇല്ല. നേരെ മറിച്ച് ഇന്ന വിഷയം ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. അല്ലാതെ ഒരാളെ പിടിച്ചിട്ട് അയാൾ മുസ്ലിക്കാണെന്ന് പറയാൻ, അയാൾ കാഫിറാണെന്ന് പറയാൻ മുജാഹിദുകൾ ആളല്ല. ഈ വിഷയം നേർക്ക് നേരെ മുജാഹിദ് പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നപ്പോ, ചർച്ചയ്ക്ക് വന്നപ്പോ പറയാൻ കഴിയാതെ പേരോട് നിന്നിട്ട് മൂന്നാകെ വഷളാകുന്ന കോലത്തിലാണ് നമ്മൾ കാണുന്നത്. ആ വിഷയം കൂടി നിങ്ങൾ കാണുക. മുജാഹിദുകൾ മുസ്ലിക്കാക്കുന്നുണ്ടോ കാഫിറാക്കുന്നുണ്ടോ, എന്താ നിജസ്ഥിതി, എന്താ സഖാഫിമാര് പ്രചാരണം എന്ന് മനസ്സിലാക്കാൻ അത് നന്നാവും. അതും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഹൊസങ്കടി സംഭവത്തിൽ ആ ഭാഗം ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട്, എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ?
അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു, എവിടത്തേക്ക്? സൗദിയിലേക്ക്. അയാൾ സൗദിയിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഈക്ക വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ. അപ്പൊ ഏതായാലും സെൽസബീലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബീലിൽ അങ്ങനെ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബീലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാ വന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളത് വായിക്കും. എന്താ സെൽസബീലിലുള്ളത്? സെൽസബീലിൽ പറയുന്നു, ആരെ പറ്റിയാണ് ഇവിടെ മുശ്രിക്ക് എന്ന് പറഞ്ഞത്? കാന്തപുരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. എ പി മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വായിക്കണം. ഈക മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വായിക്കണം. എന്താ ഇവിടെ വിഷയം? എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. തർക്കമാണ് വിഷയം. അല്ലാഹ് ഹലാലാക്കിയ സംഗതി ഹറാമാക്കിയാൽ, അല്ലാഹ് ഹറാമാക്കിയ സംഗതി ഹലാലാക്കിയാൽ അത് അംഗീകരിച്ചാൽ ശിർക്കല്ല എന്ന വാദം ആർക്കെങ്കിലും ഉണ്ടോ? അത് ദീനിനെതിരാണെന്ന വാദം, ദീനിനെതിരല്ല എന്ന ആർക്കെങ്കിലും വാദമുണ്ടോ? ഇല്ല. ചോദ്യം കൃത്യമായി രണ്ട് ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നു. നിങ്ങൾ വാദിക്കുന്നത് പോലെ 985 ഡിസംബറിലെ സൽസബീൽ മാസിക ഉദ്ധരണിയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കിയ ഭാഗം വായിക്കാമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വാദം തെളിയില്ല, അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല, ശിർക്ക് വരും എന്നാണെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. തെറ്റ് ചെയ്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കാതിരുന്ന മുശ്രിക്കാനെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുമോ? സംഭവിക്കുമെങ്കിൽ അത് പറയണം, ഇല്ലെങ്കിൽ അത് പറയണം. ഇല്ല, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് വാദമുണ്ടെങ്കിൽ അത് പറയണം. അല്ല, ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ച് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വാദമെങ്കിൽ അത് പറയണം. ഈ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ചോദിക്കാനുള്ള കാരണം, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ പിന്നൊരിക്കലും നമ്മളെ ജീവിതത്തിൽ ശിർക്ക് വരില്ല, അതൊക്കെ മുജാഹിദീങ്ങൾ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചു വെക്കുന്നതാണ് എന്ന നിലയിൽ മനസ്സിലാക്കിയ സാധാരണക്കാരായ ആളുകളുണ്ട്. അവരൊന്ന് കേൾക്കട്ടെ നിങ്ങളുടെ മറുപടി. ഉണ്ടെന്നാൽ സംഭവിക്കുമെന്നാണോ സംഭവിക്കുകയില്ല എന്നാണോ? രണ്ട് ചോദ്യവും വീണ്ടും ഇവിടെ അവശേഷിക്കുന്നു. സൽസബീലിന് വ്യാഖ്യാനം പറയേണ്ടതില്ല, സ്വന്തം അഭിപ്രായം പറയേണ്ടതില്ല, വേറുണ്ടോന്ന് ചോദിക്കേണ്ടതില്ല. ഉണ്ടെങ്കിൽ സൽസബീലിൽ നിന്നൊന്ന് വായിച്ചു കേൾപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഉമർ മൗലവി വേറെ എഴുതിയത് ഞാൻ നോക്കിയിട്ടില്ല എന്നാണ് എഴുതിയത്, ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞു. കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതുകൊണ്ട് കാഫിറും മുർത്തദ്ദുമാണ് എന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പണ്ഡിതൻ അങ്ങനെ എഴുതിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതാ കാണേണ്ടത്. കൂറ്റനാട് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദുമാണെന്ന് എഴുതിയ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഈ കെ അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കാന്തപുരം എഴുതിയെന്ന് കാണിക്കാൻ കഴിയുമോ? നിങ്ങളത് കാണിക്കണം. കാഫിറും മുർത്തത്തുമാണ് കൂറ്റനാട് മുസ്ലിയാർ എന്ന് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ കാണിക്കണം. നിങ്ങളാണ് അത് ഉദ്ദേശിച്ചത്. നിങ്ങളെ പണ്ഡിതനായ ഉമർ മൗലവി, നിങ്ങൾ മാല ചൊല്ലുന്ന ഉമർ മൗലവി, അതെ, നിങ്ങൾ മാല ചൊല്ലാറില്ലേ? ഇസ്ലാഹി മാസികയിലെ മാല, അതെ, സ്വർഗത്തിലേക്കു കൊതിച്ചോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ ഫോട്ടോ എടുത്തവരല്ലേ നിങ്ങൾ? മാലയില്ലേ ഇസ്ലാഹില്? നിങ്ങൾ പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതുപോലെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി, അതെ, ആ വിചിന്തനത്തിലില്ലേ ഉമർ മൗലവി വിളിച്ചു പറഞ്ഞത്? ആ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി അദ്ദേഹമാണ് എഴുതിയത് ഞങ്ങളെ പണ്ഡിതന്മാരെ പേര് വെച്ചിട്ട് മുശ്രിക്കുകളാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ആധികാരിക പണ്ഡിതൻ കൂറ്റനാട് KV മുസ്ലിയാർ കാഫിറും മുർത്തത്തുമാണ് എന്നെഴുതിയത് നിങ്ങൾ തെളിയിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണോ? എങ്കിൽ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങൾ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ ആ വാദക്കാരനാണ്. ഒരാളെ സംബന്ധിച്ച് കാഫിറും മുർത്തത്തും എന്ന് പറയാൻ പാടില്ല, മുശ്രിക്കെന്ന് പറയാൻ പാടില്ല എന്നാണ് ഒരു മുസ്ലിമിനെ കുറിച്ച് പറയാൻ പാടില്ല. ഞാൻ ആ വാദക്കാരനാണ്. അതുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ വാദം എന്താ? നിങ്ങളിത് തുറന്നു പറയണം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചോദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ശിർക്ക് ചെയ്യൂല എന്നൊരു വാദമുണ്ടോ? ശിർക്ക് ചെയ്താൽ ശിർക്കാവൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എതിരായ ഒരു വിശ്വാസം വിശ്വസിച്ചാൽ ശിർക്കാവും. ലാ ഇലാഹ എന്താണ് ശിർക്ക് നിങ്ങൾ പഠിച്ചില്ല. എന്താണ് തൗഹീദ് എന്ന് പഠിച്ചില്ല. ഈതിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ, വിശ്വാസമാണ് തൗഹീദും ശിർക്കും. ആ വിശ്വാസത്തിന് കളങ്കം വന്നാൽ ശിർക്കാവും. കർമ്മമല്ല ശിർക്ക്, കർമ്മമല്ല തൗഹീദ്, വിശ്വാസമാണ് തൗഹീദ്, വിശ്വാസമാണ് ശിർക്ക്. അതാണ് മഹാനായ തഫ്താസാനി പറഞ്ഞത്, ഈതിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ, ഇലാഹായിരിക്കുന്നതിലോ ഇലാഹിന്റെ എന്തെങ്കിലും ഒരു ഗുണത്തിലോ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്ന ശിർക്ക്, അതില്ലെന്ന വിശ്വാസം തൗഹീദ്. ഞങ്ങൾ ശിർക്ക് എന്താണെന്ന് പഠിച്ചവരാണ്. അതെ, എന്താണ് ശിർക്ക്? ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ബാതു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി കമാ ഫിൽ ഉലൂഹിയ്യത്തി ബിമഅനാ വുജൂബിൽ വുജൂദി കമാ ലിൽ മജൂസി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദ കമാ ലിഅബദത്തിൽ ഔസാൻ. തഫ്താസാനിയുടെ ശർഹുൽ അഖായിദ്. വിശ്വാസമാണ് ശിർക്ക്. ആ വിശ്വാസത്തിനെതിരെ വിശ്വസിച്ചാൽ ശിർക്കാവും. ആ വിശ്വാസത്തിനെതിരെ വിശ്വസിച്ചാൽ ശിർക്കാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമുള്ള ഒരാള് പിന്നെ ആ വിശ്വാസം പോവില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? പോയാ പോവും, പോകണ്ട പോയാ പോവും. പോകാത്തവരെ കുറിച്ചാണ് നമ്മളെ ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം ഇസ്തിഗാസ ചെയ്താൽ മുശ്രിക്കാവോ എന്നാ ചോദ്യം. അല്ലാതെ പിന്നെ അയാൾ എവിടെയോ പോകും, ഞങ്ങൾ ഓരോരുത്തർ പിന്നാലെ പോലെ. അതിനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ആധികാരികമായി ചോദിക്കണം, പണ്ഡിതോചിതമായി ചോദിക്കണം, വിഷയം പഠിച്ച് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ വ്യക്തമായ മറുപടി പറഞ്ഞ് ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ ചോദിക്കുമ്പോൾ പണ്ഡിതോചിതമായി ചോദിക്കണം. നിങ്ങൾ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കരുത്, പറയുന്നത് ആധികാരികമാകണം. നിങ്ങളുടെ സെൽസബിയില് ഞാൻ വായിച്ചു, കൂട്ടുന്നില്ല, കുറക്കുന്നില്ല. കാന്തപുരം ഈക്കയും കൂറ്റനാടും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ദാനം ചെയ്യാൻ വേണ്ടി ആട്ടിനെ അർപ്പിക്കുന്നവരും അർത്ഥവരുമാണ്. മുശ്രിക്കാണെന്നാണോ നിങ്ങളുടെ വാദം? അല്ലെന്നാണോ വാദം? നിങ്ങൾ സമുദായത്തോട് തുറന്നു പറയണം. അവർ മുശ്രിക്കാണെന്നാണോ? അല്ലേ? അത് നിങ്ങൾ തുറന്നു പറയണം. അത് പറയാതെ നിങ്ങൾ ഉരുണ്ട് കളിച്ചാൽ അത് വിഷയമല്ല. നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ വിഷയം നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ചില സംശയങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടു തരികയാണ്. ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്ക് വ്യക്തമായി ചോദിക്കുക, പണ്ഡിതോചിതമായി ചോദിക്കുക. അപ്പൊ ഞാൻ പണ്ഡിതോചിതമായി വിഷയങ്ങൾ നന്നായി പറഞ്ഞു തരുമ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. മൂപ്പരിക്കപ്പം ലെവല് വിട്ടാണ്. ചോദ്യ ഉത്തരം അതൊന്നും ഓർമ്മല്ല. ഉച്ചക്ക് മുമ്പുള്ള ക്ഷീണമായിരിക്കും. ഏതായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദ്യത്തിൻ്റെ സമയത്ത് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. 2-3 ചോദ്യം. കൂറ്റനാട് അബൂബക്കർ മുസ്ലിയാർ മുശ്രിക്ക് അല്ല എന്നുണ്ടോ? കാഫിർ മുശ്രിക്ക് എന്ന് പറയാമോ? അതൊക്കെ ചോദ്യത്തിൻ്റെ സമയത്ത് ചോദിച്ചോളില്ല. ചോദ്യം ഇപ്പോൾ പറഞ്ഞു തീർക്കണ്ട. ഞങ്ങളിവിടെ വായിച്ചത് സിറാജാണ്.
സിറാജ് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ് നിങ്ങൾ പറയുന്നത്. 1989 നവംബറിൽ മുസ്ലിങ്ങളുടെ സമ്മതിദാനം മാറി. കൂറ്റനാടിന്റെ അവസരവാദം നിർത്താനായില്ലേ രാഷ്ട്രീയകാര്യ ലേഖകൻ. കണ്ടോ, അതിലാ പറഞ്ഞത് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. ഈ സിറാജ വായിച്ചത്. സിറാജ് നിങ്ങൾ തള്ളി പറയോ? സിറാജിൽ ആരെഴുതിയാ? നിങ്ങൾ രാഷ്ട്രീയകാര്യ ലേഖകൻ. പേര് കൊടുക്കാൻ ധൈര്യമില്ലാത്തവൻ ആരാ? അത് നിങ്ങളാ പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. വസങ്കടി സംവാദത്തിന് ഉച്ചവരെ ഇസ്തിഗാസയാണ് വിഷയമെങ്കിൽ ഉച്ചക്ക് ശേഷം ഈ മുജാഹിദുകള് ആളുകളെ മുസ്ലിക്കാക്കിയിട്ടുണ്ടോ കാഫിറാക്കിയിട്ടുണ്ടോ എന്ന വിഷയത്തിലാണ് ഉച്ചക്ക് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള 3 മണിക്കൂർ ചർച്ച നടന്നത്. ആ ചർച്ചയിൽ പേരോട് സഖാഫി ഇവിടൊക്കെ പറഞ്ഞ പോലെ സൽസബീലുമായി വന്നു. ഇതാ മുസ്ലിക്കാക്കിയിട്ടുണ്ട്, ഇതാ കാഫിറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളെ ഇളക്കാൻ ശ്രമിച്ചു. സൽസബീൽ അപ്പുറപ്പുറം വായിച്ചപ്പോ പേരോടാകെ എളുപ്യനായിട്ട് ഒന്നും പറയാനില്ലാതെ തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രംഗമാണ് നമുക്ക് ഹൊസങ്കടി കണ്ടത്, കാസർഗോഡ് കണ്ടത്. അപ്പോ ഈ വക ഏർപ്പാട് ചെയ്തിട്ട് ഓലാണ് അപ്പുറത്ത് വന്നിട്ട് ഇവരെ കുറിച്ച് പറഞ്ഞതെങ്കിൽ അതൊന്നും നമ്മുടെ നാട്ടിൽ വരെ പോകൂല എന്ന് അതിൻ്റെ ആളുകളോട് വളരെ മാന്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, വാശി ഒഴിവാക്കി വിദ്വേഷം ഒഴിവാക്കി ഈ ആദർശത്തിന്റെ മഹിമ നിങ്ങൾ മനസ്സിലാക്കുക. ഏകനായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന ആ ആശയത്തിലേക്ക് മടങ്ങുക. സത്യം സത്യമായി മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.